ഫലമറിയാൻ 4 നാൾ ബാക്കി നിൽക്കെ കേരളത്തിൽ രാഷ്ട്രീയ ഉദ്വേഗമേറ്റി എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. ഏജൻസികളുടെ കണക്കിലെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാകുമെന്നും വലിയ ഭൂരിപക്ഷം നേടുമെന്നും UDF നേതാക്കൾ പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിലേക്ക്. ഇന്നലെ എക്സിറ്റ് ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിവെക്കുന്ന എക്സിറ്റ് ഫലങ്ങളാണ്. അതിനെയും ഞങ്ങൾ വിലയിരുത്തുന്നു. ഏതായാലും ഈ ദിവസം വരെയായി ഇനി 4 ദിവസത്തെ കാത്തിരിപ്പാണ്. അതിനെല്ലാവരും തയ്യാറാണ്. ജനവിധിയെ ഞങ്ങൾ മാനിക്കും. ജനവിധി UDFന് അനുകൂലമാകും. UDF തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ള, കേവല ഭൂരിപക്ഷത്തിനൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതീക്ഷ എപ്പോഴുണ്ട്. ആ ഒരു പ്രതീക്ഷയിലേക്ക് എക്സിറ്റ് പോൾ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലും കൂടുതൽ വിജയം UDFന് അവകാശപ്പെട്ടതാണ്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. LDFന്റെ സാധ്യതകളാണ് എക്സിറ്റ് പോൾ കണക്കുകളിൽ ഉള്ളതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എക്സിറ്റ് പോളിൽ ഉത്കണ്ഠയില്ലെന്നും അധികാരത്തിലെത്തുമെന്നും LDF നേതാക്കൾ പ്രതികരിച്ചു. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 1, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5-ഓ 8-ഓ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടകങ്ങളെക്കാളുപരി വർഗീയ ഘടകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് UDF പരിശ്രമം. ആ പരിശ്രമം അവർ ഭംഗിയായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയായിരിക്കും ജനവിധി എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു ഘടകമാണ്. കാരണം ഈ എക്സിറ്റ് പോളിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും തമ്മിലുള്ള 2 മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. 1% ഏറ്റവും വോട്ടിംഗ് വ്യത്യാസത്തിൽ നമുക്കിതെല്ലാം അപ്പുറത്തേക്ക് ചാഞ്ഞിട്ടും അവർക്ക് ഒരു പട്ടിക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയൊരു സ്വിങ് UDFന് അനുകൂലമാണ് എന്നിവിടെ പറയുന്നില്ല. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് UDF വലിയ തോതിൽ ജയിച്ചതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDFന് മുന്നേറ്റം ഉണ്ടായതാണ്. ആ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ നോക്കിക്കാണാൻ. ഏതായാലും അതിൻ്റെ ഒരു ആവർത്തനമാണ് എന്ന് ഒരു എക്സിറ്റ് പോളും പറയുന്നില്ല. അതേസമയം അക്കൗണ്ട് തുറക്കാമെന്ന കണക്കുകളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് NDA. തൂക്കുസഭ വരുമെന്നും BJP നിർണായകമാകുമെന്നും പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പറഞ്ഞു. എക്സിറ്റ് പോളിന്റെ ഫലങ്ങളെ ഇപ്പം BJPക്ക് പറയുന്നത് 12 സീറ്റ് വരെ പ്രവചിച്ചിട്ടുണ്ട്. എങ്ങനെയാലും BJPയുടെ ഒരു സ്ട്രോങ് മൂവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളും അംഗീകരിക്കുന്നുണ്ട്. എൻ്റെ വിലയിരുത്തൽ കാണുന്നില്ല. എല്ലാം ഒരു 65 to 75 ഇടയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തൂക്ക് മന്ത്രിസഭ എന്ന നിലയിൽ അതൊരു വലിയ കൺഫ്യൂഷനിലാണ്. കുഞ്ഞാറ് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു നല്ല ട്രെൻഡ് നമ്മൾ പ്രതീക്ഷേനപ്പുറത്തോട്ട് ജനം PC ജോർജിനൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും മുന്നണികളിലും സ്ഥാനാർത്ഥികളിലും നെഞ്ചടിപ്പേറ്റുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ശ്രീത്ത് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, എക്സിറ്റ് പോൾ റിസൾട്ട് ആയിരിക്കും എക്സാക്ട് റിസൾട്ട് എന്ന രീതിയിൽ UDF പറയുന്നു, LDF പറയുന്നു അങ്ങനെയല്ല, അതിൽ മാറ്റം ഉണ്ടാവുന്നു. NDAക്ക് അവരുടെ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും മുന്നണികൾക്കകത്തുമൊക്കെ നടക്കുന്ന ചർച്ചകൾ, ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് അവർ നേരത്തെയുള്ള പ്രതീക്ഷകളിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? പ്രജിൻ, എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമായിരുന്നില്ല. UDF കണക്ക് കൂട്ടിയ നിലയ്ക്ക് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ കവച്ചു വെക്കുന്ന ഒരു ജനവിധിയായിരിക്കും മെയ് 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്നതാണ് UDFന്റെ വിലയിരുത്തൽ. കാരണം നേരത്തെ KPCC പ്രസിഡന്റും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ 85-ന് അപ്പുറത്തേക്കുള്ള സീറ്റിലേക്ക് UDF നിശ്ചയമായും പോകുമെന്ന് കണക്കുകൂട്ടിയിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പലതും 90 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. അപ്പോൾ 90 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു ജനവിധി ഉണ്ടാകും എന്നാണ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ
പറയുന്നത്. എന്തായാലും കോൺഗ്രസിനും UDF-നും അധികാരത്തിലേക്ക് വരാൻ കഴിയും. മാത്രമല്ല LDF-ന് ഒരു സർവേയും കേവല ഭൂരിപക്ഷം എന്നുള്ള 71 എന്നുള്ള മാജിക്കൽ ഫിഗറിലേക്ക് ആരും ചൂണ്ടിക്കാണിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ UDF-ന് ഭരണം ഉറപ്പിക്കാവുന്ന സാഹചര്യമാണുള്ളത് എന്നാണ് അവർ വിലയിരുത്തുന്നത്. എങ്കിൽ പോലും ചില കോണുകളിൽ നിന്ന് ചെറിയ ആശങ്കകളുള്ളത് സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം വർദ്ധിച്ചതാണ്. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ച ചില ക്ഷേമ പദ്ധതികളും മറ്റും സ്ത്രീകളെ സ്വാധീനിച്ചിട്ടുണ്ടോ, ഫ്രീ ബീസ് അടക്കം സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക ചെറിയ തോതിലെങ്കിലും UDF-നുണ്ട്. എങ്കിൽ പോലും അതിനെയൊക്കെ കടത്തിവിട്ടുന്നൊരു ജനവികാരം സർക്കാരിനെതിരെയുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയുണ്ട്. അതുകൊണ്ട് ജനവിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF കണക്കൂട്ടുന്നത്. LDF ആകട്ടെ കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് വരെ തങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഫലങ്ങൾ ഒരർത്ഥത്തിൽ LDF-ന് അനുകൂലമാണ്. 10 കൊല്ലം അധികാരത്തിലിരുന്ന ഒരു സർക്കാരാണ് ഇത്രയധികം അടുത്തേക്ക് വരുമെന്ന കാര്യം സർവേ ഫലങ്ങൾ വരുന്നത്. അപ്പോൾ ടൈറ്റായിട്ടുള്ള മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും ജയിച്ചു വരാൻ കഴിയുകയും കേവല ഭൂരിപക്ഷം നേടാൻ കഴിയുന്നു എന്നാണ് LDF-ന്റെ വിലയിരുത്തൽ. എന്നാൽ BJP ആകട്ടെ തങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ പ്രത്യേകിച്ചും നേമത്തും കഴക്കൂട്ടത്തും പാലക്കാടും മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷ വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വലിയ തോതിലുള്ള ഈ എക്സിറ്റ് തങ്ങൾക്കെതിരായ ഫലങ്ങളെ BJP കണക്കിലെടുക്കുന്നുമില്ല. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.